വാർത്തകൾ തുടരുന്നു. എടമുട്ടം പാലപ്പെട്ടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ഇടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. മാല്യങ്കര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ആദർശ്, അർജുൻ, ഫാസിൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. അപകടത്തെ തുടർന്ന് നിർത്താതെ പോയ ബസ് ചന്ദ്രാപിന്നിയിൽ എക്സ് പ്രവർത്തകർ തടഞ്ഞിട്ടു. പരിക്കേറ്റവരെ എക്സ് പ്രവർത്തകർ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. SNDP യോഗം ദേവമംഗലം ശാഖയിൽ പുതുവത്സര ദിനത്തിൽ സ്ത്രീ സമത്വ വിശ്വമംഗല പ്രാർത്ഥനയും ഗുരുപൂജയും നടത്തി. ദേവമംഗലം ക്ഷേത്രം മേൽശാന്തി അഖിലേഷ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ശാഖാ ഭാരവാഹികളായ രാമദാസ്, മല്ലിനാഥൻ, കൊച്ചുതാമി, സത്യൻ, നൈന, ശാരദ, ബിജു, കൈരളി, രാധ, സജിനി, ഷീബ എന്നിവർ നേതൃത്വം നൽകി. വന്ദേ ഗുരുപരം നാരായണ ഗുരുർ ശിഷ്യം കോരുനാമഗുരും വന്ദേ വൈദികാഗ്രേസരം വരം ബ്രഹ്മവിദ്യാ പ്രഭാതാരം സർവമംഗളസിദ്ധൈ. മതിലകം പാപ്പിനിവട്ടം AMUP സ്കൂളിൽ പുതുവത്സരാഘോഷം നടത്തി. രാവിലെ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് അനിൽ കിളിക്കുളങ്ങര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ K. സാലി ലൂയിസ്, MA ഷാഹിർ, VA മുഹമ്മദ് റാഫി, സുബിൻ തറയിൽ എന്നിവരുടെ നേതൃത്വത്തിൽ മെഗാ സമ്മാനമഴ, ആശംസാ കാർഡ് മത്സരം, ചിത്രരചനാ മത്സരം തുടങ്ങിയവ നടന്നു. ഓർമ്മ 2013 എന്ന പ്രത്യേക മത്സര പരിപാടിയിലും കുട്ടികൾ ആവേശത്തോടെ മത്സരിക്കുകയുണ്ടായി. കയ്പമംഗലം 12 തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പുതുവത്സരാഘോഷം നടത്തി. നാടൻ കലാകാരനായ രഘു വെട്ടുകാട്ടിലിന്റെ നേതൃത്വത്തിൽ ശിങ്കാരിമേളവും കായികാഭ്യാസവും ഫയർ ഡാൻസും നടന്നു. ഏകാന്തതയിൽ വീട്ടമ്മയ്ക്ക് അത്താണി കൃഷിജീവിതം. ഭർത്താവ് ഉപേക്ഷിച്ച് നിരാലംബയായ വീട്ടമ്മയ്ക്ക് അത്താണിയായി കൃഷിജീവിതം. ചന്ദ്രാപിന്നി ചിറക്കലിൽ വാടക വീട്ടിൽ താമസിക്കുന്ന പുതിയ വീട്ടിൽ സുബൈദയാണ് മട്ടുപ്പാവിലെ ഇത്തിരി സ്ഥലത്ത് കൃഷി നടത്തി ഉപജീവനം നടത്തുന്നത്. കൂട്ടുകാരിൽ ഒരാൾ നൽകിയ കോളിഫ്ലവർ ചെടി ചാക്കിൽ നട്ടുപിടിപ്പിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. ഇന്ന് ഇതിനോടൊപ്പം കൈപ്പക്ക, പച്ചമുളക്, വഴുതന, വെണ്ട, ചീര, കടല, മുന്തിരി, ഷമാം, ഫാഷൻ ഫ്രൂട്ട്, വെള്ളരി തുടങ്ങിയവയൊക്കെ കൃഷി ചെയ്യുന്നു. പാകമാവുന്നത് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നതോടൊപ്പം സൈക്കിളിൽ തുണിക്കച്ചവടവും നടത്തുന്നുണ്ട്. 2.5 വയസ്സുള്ള കുഞ്ഞിനോടൊപ്പം താമസിക്കുന്ന സുബൈദയ്ക്ക് പഞ്ചായത്തിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുമെന്ന് എടത്തിരുത്തി 7ാം വാർഡ് അംഗം സാജിദ പറഞ്ഞു. ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ആല ഗോത്തുരുത്ത് പാലത്തിൽ പോത്ത് കയറി ഉദ്ഘാടനം. പാലത്തിന്റെ ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധിച്ചാണ് BJP പ്രവർത്തകർ പോത്തിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത്. കഴുത്തിൽ MLA, മന്ത്രി എന്നിങ്ങനെ പ്ലക്കാർഡ് കെട്ടിത്തൂക്കിയ പോത്ത് പാലത്തിന് കുറുകെ കെട്ടിത്തൂക്കിയ പുൽറിബൺ കടിച്ചു തിന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉദ്ഘാടകനും സംഘവും പാലം കടന്നു. BJP കയ്പമംഗലം പ്രസിഡന്റ് പോണത്ത് ബാബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. എസ്എൻപുരം പഞ്ചായത്ത് കമ്മിറ്റി 10ാം വാർഡിന്റെ നേതൃത്വത്തിൽ ഇത്തരം പ്രതീകാത്മകവും പ്രതിഷേധവുമായിട്ടുള്ള ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, ആല ഗോതുരത്ത് നിവാസികൾ കുറച്ച് വർഷങ്ങളായി സമരം നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിച്ചപ്പോൾ ഇവിടെ ഒരു പാലം നിർമ്മാണത്തിന് വേണ്ടി അന്നത്തെ സ്ഥല MLAയും സംസ്ഥാന റവന്യൂ മന്ത്രി കൂടിയായിരുന്ന ശ്രീ KP രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ നടന്ന പാലം പണി. പക്ഷേ സർക്കാർ മാറി, മറ്റൊരു സർക്കാർ അധികാരത്തിൽ വന്നു. വീണ്ടും മറ്റൊരു സർക്കാർ അധികാരത്തിലേക്ക് എത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പോലും ആല ഗോതുരുത്ത് നിവാസികളുടെ സ്വപ്നമായിട്ടുള്ള, അവർക്ക് കൊടുത്തിരുന്ന വാക്കുകളെ പാഴ്വാക്കാക്കി മാറ്റിയിട്ടുള്ള ഈ ഇടതുപക്ഷ MLAമാരും ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകക്ഷിയും ഇവിടുത്തെ സാധാരണക്കാരനെ വിഡ്ഢികളാക്കുന്ന തരത്തിലാണോ? PB ശ്രീകുമാർ, സുജിത് മംഗലത്ത്, അജേഷ് കക്കറ തുടങ്ങിയവർ പ്രസംഗിച്ചു. റാഞ്ചിയിൽ നടക്കുന്ന ദേശീയ സ്കൂൾ മീറ്റിന് യോഗ്യത നേടിയ നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ VD അഞ്ജലിക്ക് നാട്ടിക ഗ്രാമപഞ്ചായത്ത് യാത്രയയപ്പ് നൽകി.
ജൂനിയർ വിഭാഗം 1500, 3000 ഇനങ്ങളിലാണ് അഞ്ജലി മത്സരിക്കുക. മേളയിൽ പങ്കെടുക്കുന്നതിനായി യാത്രാ ചെലവിനായുള്ള തുക VD അഞ്ജലിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ കൈമാറി. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ, VR വിജയൻ, MV വിമൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ചരമവാർത്ത. ചന്ദ്രാപിന്നി കണ്ണമ്പുള്ളിപ്പുറം മേനൂത്ത് പരേതനായ വേലപ്പൻ ഭാര്യ ദമയന്തി നിര്യാതയായി. 86 വയസ്സായിരുന്നു. സുധ, ഉഷ, ശശികല, രാജു, രഞ്ജിത്ത് എന്നിവർ മക്കളും. പരേതനായ രാജൻ, പരേതനായ സുഗതൻ, മുരളി, ആഭ, ലേഖ എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുവത്സരാഘോഷത്തിനിടയിൽ കയ്പമംഗലത്തും എറിയാടും അക്രമം. പെരിഞ്ഞനം വെസ്റ്റ് മജസ്റ്റിക് ടീമിന്റെ 15ാം വാർഷികാഘോഷം പ്രൊഫസർ KU അരുണൻ ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം പാലപ്പെട്ടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന ബസ് ഇടിച്ച് 3 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.